ഞാൻ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഒരു മധുര പലഹാരമാണ് ഇത്. പണ്ട് മുതലേ എല്ലാ വീടുകളിലും നമ്മുടെ ഒരു പ്രധാന ഫെസ്റ്റീവ് സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് റവ കേസരി. കാര്യം സിമ്പിളാണ് എങ്കിലും വളരെ ടേസ്റ്റി ഇതൊക്കെയാണ്. അപ്പം ഇന്ന് നമുക്ക് ഒരു റവ കേസരി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വറുത്ത റവയാണ് കേട്ടോ. പിന്നെ 1 കപ്പ് റവ എടുത്തു. ഏകദേശം ഒരു 2 ഇല്ലം ഫുള്ള് എങ്കിലും 1.5 കപ്പ് പഞ്ചസാരയുണ്ട്. അപ്പം അധികം മധുരം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കുറയ്ക്കാം. ഇവിടെ എല്ലാവർക്കും നല്ല മധുരം വേണം. പിന്നെ നമുക്ക് നെയ്യ് ആവശ്യാനുസരണത്തിന്, നെയ്യ് കുറച്ച് കൂടുതൽ വേണം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് നമുക്ക് വറുത്തിടാൻ വേണ്ടി കശുവണ്ടിയും മുന്തിരിങ്ങയും. അപ്പം ഈ റവ വേകാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ 1 കപ്പ് റവയാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 2.25 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ നമുക്കൊരു 3-4 ഏലക്ക കൂടെ പൊടിച്ചത് റവ കേസരി ഉണ്ടാക്കാൻ കാണാൻ നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യൊക്കെ ഉരുകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ നട്ടിൽ ഇട്ടിടാം. ഇതൊന്ന് ഫ്രൈ ചെയ്യാം. കിസ്മിസ് ഒന്ന് വലുതായി ഒരു ബോൾ പോലെ ആകണം. അപ്പോഴാണ് ഇത് പാകമാകുന്നത്. കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അതിൽ തന്നെ ഈ റവ ഇടുകയാണ്. ഇപ്പം നമ്മൾ തീ കുറച്ച് വെച്ചാൽ മതി. റവ ഓൾറെഡി കുറച്ച് ഫ്രൈ ചെയ്ത റവയാണ്, എങ്കിലും ഇത് നല്ല പോലെ ഒന്ന് മൂക്കണം. ഒത്തിരി മൂക്കുകയും വേണ്ട. ഒരു മണമൊക്കെ വന്ന് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മളിത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കും. ഈ റവ ഇപ്പം ഈ പാകമായപ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് ഈ പാനിൽ തന്നെ നമ്മുടെ വെള്ളം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒഴിക്കുക. 2.25 കപ്പ് വെള്ളമുണ്ട്. 2.5 ആയാലും മതി. ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴാണ് നമുക്കിതിൽ ഈ ഏലക്ക പൊടിച്ച് വെച്ചതും നിറത്തിന് വേണ്ടി കളർ കയ്യിലുണ്ടെങ്കിൽ കളർ ചേർക്കാം. ഞാൻ തൽക്കാലം ഒരു ചെറിയ മഞ്ഞപ്പൊടിയായിരുന്നു ഒരു നിറത്തിന് വേണ്ടിയിട്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഈ ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതും ഇട്ടു. വെട്ടി തിളച്ച് തുടങ്ങിയപ്പം നമുക്കൊരു മീഡിയം ഹീറ്റിലിട്ടിട്ട് കുറേശ്ശെ റവ ഇടണം. അല്ല ഇത് കട്ട കെട്ടിയാലോ എന്ന് വെച്ചാണ് കുറേശ്ശെ ഇടുന്നത്. നമ്മൾ റവയൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി. ഇപ്പം റവയെല്ലാം നല്ല വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റിയിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി ഇതിലോട്ട് ഇടാം. ഈ പഞ്ചസാര ഉരുകുമ്പോൾ ഈ കട്ടയായിട്ട് ഉള്ളത് ഒന്നുകൂടെ വെള്ളമാകും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പകുതി പഞ്ചസാരയെ ഇട്ടിട്ടുള്ളൂ. ഇതിനെയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം പാകമായി കുറച്ച് വെള്ളമായി കണ്ടില്ലേ. അപ്പം നമ്മൾ അടുത്ത പഞ്ചസാരയും കൂടെ ബാക്കിയും കൂടി ഇടുക. ഈ സമയം ഞാൻ 2 സ്പൂൺ നെയ്യും കൂടെ ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച് ഇതിനെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമുക്ക് ഒരു മോൾഡിലോട്ട്, അതായത് ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് നെയ്യ് തേച്ച് വെക്കണം. ഈ സമയം ഇത് അതിലോട്ട് നമുക്ക് ഒഴിക്കേണ്ടതാണ്. ഞാൻ ഈ പ്ലേറ്റിൽ ഇച്ചിരി നെയ്യൊക്കെ തേച്ച് വെച്ചിരുന്നതിലോട്ട് മാറ്റുവാണ്. ഇതിനെയെല്ലാം നല്ല പരത്തി
കശുവണ്ടി മുന്തിരിങ്ങ. ഈ സമയം നമ്മുടെ കശുവണ്ടി മുന്തിരിയും കൂടെ നമുക്കിതിൽ ചേർക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് പരത്തി ഇതാക്കാം. ഇത് നമ്മളിപ്പം ഈ പിന്നെ പ്ലേറ്റിലോട്ടെല്ലാം ഇതാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം തണുക്കണം. അല്ല കട്ട് ചെയ്യേണ്ട, വെറുതെ പിന്നെ സ്പൂണ് കൊണ്ട് കോരി ബൗളിലിട്ട് കഴിക്കുവാണേലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഇതുപോലെ കേസരി ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.